ഇതൊന്നും നോർത്ത് ഇന്ത്യയിലല്ല കേട്ടോ, നമ്മുടെ നാട്ടിലാണ്. ഒരു തെറ്റും ചെയ്യാത്തൊരു യുവാവിനെ ജയിലിൽ ദിവസങ്ങളോളം ഇട്ടിരിക്കുക. MDMA പിടിച്ചു എന്നുള്ള പേരിൽ കൽക്കണ്ടം പിടിച്ചിട്ടേ. അപ്പം ഈ കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ തിരിച്ചൊരു കേസ് കൊടുത്തിട്ട് അവരെ പിടിക്കാനുള്ള വകുപ്പൊന്നുമില്ല. MDMA എന്ന് പറഞ്ഞ് കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കൽക്കണ്ടം. കാസർഗോഡ് സ്വദേശി ബിജു, കണ്ണൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർ 5 മാസം ജയിലിൽ കിടന്ന ശേഷമാണ് രാസപരിശോധനാ ഫലം വന്നത്. വെറുതെ വിട്ടുവെങ്കിലും ജോലിയില്ലാതെ നാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ബിജു. കേസിൽ അറസ്റ്റിലായി 150 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് ശരിക്കും? എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടെയ്നർ ലോറി ഒന്ന് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കുക്കാണ്, ഡ്രൈവറുമാണ്. അപ്പോൾ അവൻ മംഗലാപുരത്ത് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കുള്ള കുട്ടികൾക്കുള്ള ആവശ്യാർത്ഥം മേടിച്ചൊരു 100 ഗ്രാം കൽക്കണ്ടം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. രാവിലെ ചാവടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി 5-6 പേര് വന്നു. പിന്നെ ലുങ്കി നമ്മൾ സാധാരണ സിവിലിൽ വന്നിട്ട് സംഗതി പെട്ടെന്ന് കൈ കയറി പിടിച്ചു. ഞങ്ങൾ സ്ക്വാഡാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാടാണ്, ഞങ്ങൾ ജോലിയുടെ ആവശ്യത്തിന് വരുന്നതാണ്. കിശോരനാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കിശോരൊന്നുമില്ല പറഞ്ഞു. അവൻ്റെ കിശോരനാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിലേക്ക് മേടിച്ച അത്ര. അപ്പോൾ ഇവർ പരിശോധിക്കുമ്പോൾ സംഗതി നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് 58 ഗ്രാം സാധനമുണ്ട്. അവർ തൂക്കി നോക്കുമ്പോൾ അങ്ങനെയാണ്. അത് മകസറിലുണ്ട്, FIR-ലുണ്ട്. ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി അത് കൽക്കണ്ടാണ്, അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അല്ലല്ല, ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുവന്നത്, എവിടെ നിന്ന് കിട്ടി, അങ്ങനെ കിട്ടി. പിന്നെ അപ്പം തന്നെ സ്പോട്ടിൽ ആങ്ങപ്പെട്ടു, മൊബൈൽ മേടിച്ചു, സ്വിച്ച് ഓഫ് ആക്കി. ആരോട് എന്ത് പറയാനാ, ഇവരോട് പറഞ്ഞവർ കേൾക്കുന്നില്ല. 13-ാം ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റോടും പറഞ്ഞു സാറേ ഞങ്ങളത് അതൊന്ന് ലാബ് റിപ്പോർട്ട് നിങ്ങൾ പെട്ടെന്ന് തരാമോ, അത് ഞങ്ങൾ സാധനം കലക്കണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ആരും ഞങ്ങൾ പറഞ്ഞ ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഞാനിപ്പോൾ എന്താ പറയണ്ടേ. അങ്ങനെ 151 ദിവസം ഉള്ളിൽ കിടക്കേണ്ട വന്നു. ആ നാട്ടുകാർ മുമ്പിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ലേ. ഞാൻ വിൽപ്പനക്കാരനായി. പേപ്പറിലുള്ള ഇത് ഇവിടെ പേപ്പറിലെല്ലാം വന്നത് സംഗതി ഇങ്ങനെയാണ്. ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആളാണെന്നുള്ളതല്ലേ. എന്നാൽ ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒന്ന് മാലക്കല്ലേക്ക് ഒന്ന് പോയപ്പോൾ തന്നെ ബസ്സേ കയറിയപ്പോൾ എന്നെ അറിയുന്ന കൂട്ടുകാർ 3 പേര് അടുത്തുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ അവർ തിരിഞ്ഞെന്നെ മോഹം കളഞ്ഞു. എന്തൊരവസ്ഥ എന്ന് ആലോചിക്കുക. എന്നുവെച്ചാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മളെ പള്ളിയിലെ ഇടവകയിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം ദിവസങ്ങൾ ചെല്ലും തോറും പേടിയായി വരുമായിരുന്നു. ഈ 10 വർഷം 12 വർഷം ശിക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും പേടിയായിരുന്നു. കാണാനൊക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് കാണാനൊക്കുമോ, എനിക്ക് കണ്ടിട്ട് മരിക്കാൻ, ഞാൻ മരിക്കുമ്പോൾ ഇവൻ വരുമോ ഇല്ലോ പേടിയുണ്ടായിരുന്നു. അവനോട് വിളിച്ചപ്പോൾ പറഞ്ഞു മരിക്കുമ്പോൾ നീ നാണം കടാണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർ പരിഹസിക്കാമല്ലോ, അത് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു. അതിന് ശേഷം പിന്നെ വിളിച്ചില്ല.